പരാതികൾ കുറയ്ക്കുക, നന്ദി ഏറെ പറയുക. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പരാതികൾ കുറയ്ക്കുക, നന്ദികൾ ഏറെ പറയുക. പരാതി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് വേണ്ടിടത്ത് വേണ്ടുവോളം കിട്ടിയില്ല, ആയില്ല എന്ന നമ്മളുടെ സ്വയം ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഓർമ്മപ്പെടുത്തൽ പ്രകൃതിയിലേക്കുള്ള വിനിമയം കൂടിയാണ്. പരാതികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടുന്നതെല്ലാം വേണ്ടുന്ന സമയത്ത് വേണ്ടുവോളം പ്രകൃതി തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നമുക്കില്ലാതെ വരികയും അതിനുമപ്പുറത്തേക്ക് നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആവശ്യങ്ങൾ വളരുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം, സ്വസ്തി എന്ന പദത്തിന്റെ അർത്ഥം, സ്വസ്തി എന്ന പദം വിവക്ഷിക്കുന്നത് നമ്മുടെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നു തന്നെയാകുന്ന അവസ്ഥയാണ്. പ്രകൃതിയുടെ ശരീര ക്ഷമിക്കുക, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. രാവിലെ ആണ്. ഒരു മിനിറ്റ്. ഓക്കെ. സ്വസ്തി എന്ന പദത്തെ നമുക്കറിയാം, എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നു തന്നെയാകുന്ന അവസ്ഥയാണ് സ്വസ്തി. അപ്പോ ഞാൻ പ്രകൃതി എന്ന മഹാശരീരത്തിന്റെ ഒരു കോശമായിരിക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു ആവശ്യത്തിനു വേണ്ടി പ്രകൃതിയുടെ ഘടനയ്ക്കനുസരിച്ച് പ്രകൃതിയുടെ വിന്യാസത്തിനനുസരിച്ചാണ് എന്റെ രൂപകൽപ്പന. അപ്പോ പ്രകൃതി എന്നത് തന്നെയാണ് ഞാൻ, പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്നു ഞാൻ. പ്രകൃതിയുടെ ആവശ്യത്തിന് വേണ്ടി പ്രകൃതി രൂപകൽപ്പന ചെയ്ത് ക്രമീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന, നിർദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോശമായിരിക്കുന്ന ഞാൻ പ്രകൃതിയുടെ അകത്ത് എല്ലാ ക്രമീകരണങ്ങളുടെയും ഭാഗമായി നിൽക്കുന്നതാണ് എന്ന ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടുള്ള എന്റെ ഇച്ഛ, എന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാത്ത എന്റെ ഇച്ഛ, അത്തരമൊരു ഇച്ഛയിലായിരിക്കുമ്പോൾ പ്രകൃതിയുടെ കൽപ്പനയും എന്റെ ഇച്ഛയും ഒന്ന് തന്നെയായിരിക്കും. ഞാൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള ബോധ്യമില്ലാതിരിക്കുമ്പോൾ,
ഞാൻ പ്രകൃതിയുടെ ഭാഗമായിരിക്കുമ്പോൾ എനിക്ക് പകർന്നു കിട്ടുന്ന ധർമ്മങ്ങൾക്കും അപ്പുറത്തുള്ള ചോദനകൾക്കും വികാരങ്ങൾക്കും ഇച്ഛകൾക്കും വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രകൃതിയുടെ ആ പരിധിയുണ്ട്, പ്രകൃതി കൽപ്പിക്കുന്ന പരിധി. ആ പ്രകൃതി കൽപ്പിക്കുന്ന പരിധിക്കും അപ്പുറത്തേക്ക് എന്റെ ഇച്ഛയോ ചിന്തയോ ഒക്കെ പോയി എന്നുണ്ട്. അങ്ങനെ പോകുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്, സ്വാഭാവികമാണ് കാര്യം. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ആഗ്രഹം പ്രകൃതിയുടെ കൽപ്പനയ്ക്കും അതീതം, എന്റെ ആഗ്രഹം പ്രകൃതിയുടെ കൽപ്പനയ്ക്കും അതീതമാകുന്ന സമയത്ത് സ്വാഭാവികമായും എന്നിലേക്ക് പ്രശ്നങ്ങൾ വന്നു ചേരും, അപൂർണതകൾ വന്നു ചേരും, ആശങ്കകൾ വന്നു ചേരും, വ്യാകുലതകൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന ഒരവസ്ഥയിൽ ഞാൻ വെളിപ്പെടുത്തുന്ന എന്റെ പരിദേവനമാണ് പരിഭവം എന്ന് പറയുന്നത്. ഞാൻ പ്രകൃതിയുമായി ഏകതാനതയിലായിരിക്കുന്ന സമയത്ത് നടക്കേണ്ടുന്ന കാര്യം ഏകതാനതയിൽ അല്ലാതെ ഇരുന്നിട്ട് അത് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ പരിഭവം എന്ന് പറയുന്നത്. പരിദേവനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പുലമ്പിക്കൊണ്ടിരിക്കലാണ്. അപ്പോ അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ അകത്തൊരു ബോധമുണ്ടല്ലോ. ഈ ഞാൻ എന്ന് പറയുന്ന സത്തയുടെ അകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. ഈ തലങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പുറത്തുള്ള തലങ്ങൾ, അത് വ്യക്തിയുടെ രൂപത്തിലും പ്രകൃതിയുടെ രൂപത്തിലും വസ്തുക്കളുടെ രൂപത്തിലും ഒക്കെ എനിക്ക് പുറത്തൊരു ലോകമുണ്ടല്ലോ, അവിടെയും ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഭാഷയിലെ പദങ്ങളെക്കാളും കൂട്ടും ഭാഷ വിനിമയം ചെയ്യുന്ന ഭാഷയുടെ ശബ്ദത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്ന ചൈതന്യമാണ് സംവേദനം നടത്തുന്നത്. മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഭാഷയുടെ സംജ്ഞകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിനിമയം. അതേസമയം പ്രകൃതിയിൽ വിനിമയം നടക്കുന്നത് ഭാഷ പ്രയോഗിക്കുന്ന സമയത്ത് ആ പദാവലി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജ പ്രവാഹമുണ്ടല്ലോ, ആ ഊർജ പ്രവാഹത്തിന്റെ പാറ്റേൺ ആണ് ആശയ സംവേദനം നടത്തുന്നത്. അപ്പൊ നമ്മൾ ഈ പരിദേവനം നടത്തുന്ന സമയത്ത് എനിക്ക് പോരാ, എനിക്ക് മതിയാകുന്നില്ല, എനിക്ക് തൃപ്തമാകുന്നില്ല എന്ന ഒരു പാറ്റേൺ നമ്മൾ പ്രകൃതിയുമായിട്ട് നിരന്തരം വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകൃതിക്ക് അത് മനസ്സിലാവും. ഇതാണ് ഇതിന്റെ ഉറവിടം. ഈ പരിദേവനം ചെയ്യുന്ന ഭാഷ്യമെന്തോ ആ ഭാഷ്യമാണ് ഇവിടുത്തെ ഉറവിടം, അതാണ് അവിടുത്തെ പാറ്റേൺ എന്ന് പ്രകൃതിക്ക് മനസ്സിലാവുകയും പ്രകൃതി അതിനനുസരിച്ചു കൊണ്ടുള്ള അവസ്ഥയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതിനെ പ്രദാനം ചെയ്യലല്ല. ഇപ്പൊ വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ ഒരു പ്രദാനം ചെയ്യലല്ല. എന്താണോ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അത് പരിദേവനത്തിന്റെ രൂപത്തിൽ എന്താണോ വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോ നമ്മുടെ പരിഭവങ്ങൾ എത്രത്തോളം നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ അനുഭവം, നമ്മുടെ പരിദേവനം വിപുലപ്പെടും. പരിദേവനം എന്തോ അത് വിനിമയം ചെയ്യപ്പെടും, വിനിമയം ചെയ്യപ്പെടുന്നതെന്തോ അത് വിതരണം ചെയ്യപ്പെടും. അപ്പോ പ്രകൃതി അതാണ് നമുക്ക് നൽകുക. നമ്മൾ എന്ത് പരിഭവം പറയുന്നു അത് നമുക്ക് നൽകും. അതേസമയം കൃതജ്ഞതയുടെ ഒരു ലോകമുണ്ടല്ലോ. കൃതജ്ഞത, ഞാൻ എന്താണോ വന്നിട്ടുള്ളത്, എന്നിലേക്ക് സംഭവിച്ചത് എന്താണോ എന്നിൽ കൃതമായത്, എന്നിൽ സംഭവിച്ചത്, പ്രകൃതി എന്നിൽ കൽപ്പിച്ചരുളി നടപ്പിലാക്കിയത് എന്താണോ എന്നിൽ കൃതമായത്, അതിലായിരിക്കുന്നവൻ കൃതജ്ഞൻ, അതിലായിരിക്കുന്നവനായിത്തീരുക എന്നുള്ളതാണ്. പ്രകൃതി എനിക്ക് നൽകിയത് എന്തോ അതിലായിത്തീരുക എന്ന് പറഞ്ഞാൽ അതിലായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൽപ്പിച്ചരുളി തന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, പ്രകൃതിയുടെ കോശമാണ്, പ്രകൃതിയുടെ ആവശ്യമാണിത്, പ്രകൃതിയുടെ നിർദ്ധാരണമാണിത്. നമുക്കത് അറിയാം. നമ്മളത് അറിയുന്നതിനനുസരിച്ച് നമ്മളെ അത് പാകപ്പെടുത്തി വെക്കുന്നു, നമ്മളെ അങ്ങ് തുറന്നു വെക്കുന്നു. നമ്മൾ അതിലായിരിക്കും, അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. എനിക്ക് ഈ ശരീരം തന്നതിന്, ഈ ജന്മം നൽകിയതിന്, ഈ അനുഭവം നൽകിയതിന്, ഈ ഒരു വേദന നൽകിയതിന്, ആ വേദനയിലൂടെ എനിക്ക് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോധ്യത്തിന് ഞാൻ പ്രകൃതിയോട് നന്ദി പറയും. ഈ നന്ദി പറയുക എന്ന് പറയുമ്പോൾ കൃതമുണ്ടല്ലോ, പ്രകൃതി നൽകിയ അതിനോട് ആയിരിക്കുക, അതിനെ സ്വീകരിക്കുക, അതിനെ അതേപോലെ കടത്തിവിടുക എന്നുള്ളതാണ് അവസ്ഥ. അതേപോലെ കടത്തിവിടുന്ന സമയത്ത്, അതിനെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ സ്വീകരിച്ചാൽ മതി, പിന്നെ അത് കടന്നു പൊക്കോളും. സ്വീകരിക്കുക എന്ന് വെച്ചാൽ വെക്കടാ വെടി എന്ന് പറഞ്ഞ നെഞ്ചത്ത് വന്ന് വെടികൊണ്ട് സ്വീകരിക്കുന്ന പോലെയുള്ള സ്വീകരിക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറയുന്നത് സ്വീകരിച്ച് കടത്തിവിടുക. ഈ കല്യാണ വീടിന്റെ മുമ്പിൽ ഈ കല്യാണ ചെറുക്കന്റെ അപ്പനോ അല്ലെ കല്യാണ പെണ്ണിന്റെ അപ്പനോ നിന്നുകൊണ്ട് വരുന്നവരെ സ്വീകരിച്ച് അകത്തേക്ക് കടത്തിവിടില്ലേ, അതുപോലെ അവിടെ നിന്നുകൊണ്ട് കടത്തിവിട്ടാൽ മതി, സ്വീകരിച്ച് കടത്തിവിട്ടാൽ മതി. ആ സ്വീകരിച്ച് കടത്തിവിട്ടാൽ അകത്ത് ബാക്കി പണി ചെയ്ത് അങ്ങ് പൊക്കോളും. നമുക്ക് വരുന്നത് എന്തോ അതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ
പ്രകൃതിക്ക് മനസ്സിലായി അത് എന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഇവ പോകുന്നത്. എനിക്കുള്ള നന്മയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ എനിക്കുള്ള സന്തോഷത്തിനനുസരിച്ച് എനിക്ക് ദാനമായി കിട്ടിയത് എന്തോ അതിനനുസരിച്ച് ഞാൻ സന്തോഷവാനാണ്. അതിന് നന്ദി പറയുന്ന സമയത്ത് പ്രകൃതി അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കരുണയുടെ ഒരു ഭാവത്തിലായിരിക്കും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, കുറയൊന്നുമില്ലേ മറൈമൂർത്തി കണ്ണ, കുറയൊന്നുമില്ലേ കണ്ണ, കുറയൊന്നുമില്ലേ ഗോവിന്ദ. ആ കുറൈ ഒന്നുമില്ല, ആ പദപ്രയോഗം കവി അങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ കുറൈ എന്ന പദം അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അഫർമേഷന്റെ ലിംഗ്വിസ്റ്റിക് അനുസരിച്ച് അതിലൊരു ചെറിയ ഭാഗമുണ്ട്, അത് തള്ളിക്കളയുക, ബാക്കി എടുക്കുക. എനിക്കൊരു കുറവുമില്ല കണ്ണ. ഈശ്വരൻ എന്നുള്ളത് ഇപ്പൊ പ്രകൃതിയാണോ ഉപരിവ്യവസ്ഥയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നു, അത് നമ്മുടെ പഠനത്തിൽ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഒരു വിശ്വാസിയെന്നിടത്തോളം എനിക്കിതെല്ലാം പ്രദാനം ചെയ്ത ഈശ്വരന്റെ ഒരു ബിംബമാണ് കണ്ണ്. കണ്ണാ എനിക്കൊരു കുറയുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. അത് പറയുന്ന സമയത്ത് ഭക്തിയാണ്, കരുണയാണ് അതിനകത്തേക്ക് നമ്മൾ ലീനമായിരിക്കുന്ന സമയത്ത് നമ്മൾ അവളുടെ ആൽഗരിതത്തിൽ, പ്രകൃതിയുടെ അമ്മയുടെ ആൽഗരിതത്തിൽ ആയിത്തീരുന്നു, അതിൽ മാത്രമായിരിക്കും. നമ്മള് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കരുണാപൂർണമായ അല്ലെങ്കിൽ എന്താ പറയാ കൃതജ്ഞതാപൂർണമായ ഒരു അവസ്ഥയിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന അവസ്ഥ. 1ാം ക്ലാസ്സിലെ മാഷെ നമ്മൾ കാണുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ണ് നിറഞ്ഞ് ആദ്യ ദിനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിലെ ഞാൻ എവിടെ പോകുന്നു, ഞാനില്ല എവിടെ, പിന്നെ ഞാനും എന്നിലെ ആ കുട്ടിയും മാഷും മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് ആ മാഷിന്റെ മനസ്സിലേക്ക്, മാഷിന്റെ കണ്ണിലേക്ക്, മാഷിന്റെ കയ്യിലേക്ക് നമ്മളെ ഇട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ പ്രകൃതി എന്ന ആ മഹാഗർഭപാത്രത്തിനകത്തേക്ക് നമ്മളെ ഇട്ടുകൊടുക്കുന്ന ഒരു മനോതലത്തിലേക്ക് നമ്മൾ ആ നിമിഷം കൃതജ്ഞത അറിയിക്കുന്ന സമയത്ത് നമ്മളെ തുറന്നു വെച്ചാൽ അത് നേരത്തെ പരിഭവം പറഞ്ഞ അവസ്ഥയിൽ നിന്നും എന്ത് ദൂരെയാണെന്ന് ആലോചിച്ചു. പരിഭവം എന്നുള്ളത് നമുക്ക് എന്ത് പോരാ എന്ന് പറയുന്നു, പോരാ 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 എന്നതിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കൃതജ്ഞത പറയുന്ന സമയത്ത് നമ്മൾ എന്നിലെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തുകയാണ്. പ്രകൃതി ആ നിറവിനെ തിരിച്ചറിയുകയും നിറവിനെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോ അറിയുക, പരിഭവമല്ല, കൃതജ്ഞതയാണ് വേണ്ടത്. നമുക്കുള്ളതിനെല്ലാം, നമുക്ക് ഇല്ലാത്തതിനെല്ലാം. കാരണം നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ആ ഇല്ലാതെ പോയത് അതിന്റെ ഉടമയായിട്ടുള്ളവൻ അറിയാം എന്ത് ചെയ്യണമെന്ന്. ആ ഭഗവാൻ അറിയാം അതെന്ത് ചെയ്യണം. അദ്ദേഹമാണ് അത് ഉണ്ടാക്കി വെക്കുന്നത്, അദ്ദേഹം അതിനെ കൃത്യമായി ചെയ്തു തരും. അതിന് ഭഗവാൻ എന്ന സങ്കല്പമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഭഗവാൻ എന്ന സങ്കല്പം ഇല്ലാത്തവർക്ക് അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക, അതിന്റെ വഴിയിലേക്കായിരിക്കുക, അവിടേക്ക് പരിഭവം പറയാതിരിക്കുക, പരിദേവനങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. പ്രകൃതി നമ്മുടെ കൃതജ്ഞതയെ അറിഞ്ഞ് അതിലേക്ക് വേണ്ടതെല്ലാം നിരന്തരം ഒഴുക്കിക്കൊണ്ടേയിരിക്കും. ആ ഒഴുക്കിലായിരുന്നാൽ മതി. അങ്ങനെ ആയിരിക്കാനുള്ള ഒരു ബോധ്യം നമ്മിലേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.